ആശുപത്രികളെയും ആരോഗ്യ പ്രവർത്തകരെയും ആരോഗ്യ വകുപ്പിനെയും മെനക്കെടുത്താതെ എഴുന്നേറ്റ് പോ പെണ്ണുപിള്ളയെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കടിച്ചു കീറി ജനങ്ങൾ. നാടകം പൊളിഞ്ഞു. പിന്നെയും സെറ്റിട്ട് അവിടെ കിടക്കുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് നോട്ടുമാലയും നാരങ്ങാമാലയും അല്ല അഭിനയത്തിന് കിട്ടുന്നത്, ചെരുപ്പേറാണെന്നും ജനം കൈവയ്ക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നതിന് മുൻപ് എഴുന്നേറ്റ് കുടുംബത്തേക്ക് പോകുന്നതാണ് നല്ലതെന്നും വീണ ജോർജിന് മറുപടി കൊടുക്കുകയാണ് മലയാളികൾ. അടപടലം വീണ ജോർജ് ഇപ്പോൾ എയറിലാണ്. എയറിൽ മാത്രമല്ല, വീണ ജോർജിനെ പുറത്തൊന്ന് കയ്യിൽ കിട്ടിയാൽ ജനങ്ങൾ തന്നെ കൈകാര്യം ചെയ്യും എന്ന സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ധനനഷ്ടം, മാനഹാനി, അംഗഭംഗം എന്നൊക്കെ പറയില്ലേ, ഇതാണ് വീണ ജോർജിന് സംഭവിച്ചിരിക്കുന്നത്. അതായത് ആരോഗ്യമന്ത്രിക്ക് നേരെ ഒരു പ്രതിഷേധം നടത്തിയതിന് വീട് കയറി കൊല്ലും തിന്നും എന്നൊക്കെയാണല്ലോ CPM-കാർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ വെല്ലുവിളി ഞങ്ങൾക്ക് പുല്ലാണെന്നും ഇനിയും ഞങ്ങൾ വീണ ജോർജിനെ പ്രതിഷേധിക്കും എന്നാണ് അവർ കട്ടായം പറയുന്നത്. ഇപ്പോൾ KSU പ്രവർത്തകരെല്ലാവരും കൂടി വീണ ജോർജിനെ കാണാനില്ലേ, ആരോഗ്യമന്ത്രിയെ കാണാനില്ല, ആരോഗ്യ മേഖല ഇപ്പോൾ തകർന്ന് തരിപ്പണമായി കപ്പൽ ആടി ഉലയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ ജോർജിനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. അടപടലം വീണ ജോർജിന് പണി കിട്ടുകയാണ്. ശരിക്കും പരിഹാസ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീണയുടെ ഇടപെടലുകൾ. മുഴുവൻ ആരോഗ്യ മേഖലയെയും അവർ മെനക്കെടുത്തുക തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ പോയി ഒരു പ്രതിഷേധം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയൊക്കെയോ ആജ്ഞ അനുസരിച്ച് നാടകം കളി തുടങ്ങിയതാണ്. ഒടുക്കം പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടിടേണ്ടി വന്നു. അവിടെ ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ ഒരു ഒറ്റ കിടപ്പായിരുന്നു. CPM-കാർ ഒപ്പാരിയിട്ടത് ഏതാണ്ട് ആരോഗ്യമന്ത്രി മരിച്ചുപോയ എന്നുള്ള രീതിയിലായിരുന്നു. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, അതായിരുന്നു ആരോഗ്യമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതിനൊരു പഴുത് കണ്ടെത്തി ഒടുക്കം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടല്ലോ. ആരോഗ്യമന്ത്രിക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ടും 12 മണിക്കൂർ കാറിലിരുത്തിയാണ് ഇങ്ങ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. അതായത് കുബേർ കുഞ്ചി പോലെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലിട്ടോ? ഇല്ല. അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ കുറേയധികം മെനക്കെടുത്തി. ഒന്ന് ഓർത്തു നോക്കണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ജനങ്ങൾ കയറി ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ സാധാരണ ജനങ്ങൾക്ക് പോലും ചികിത്സ കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് അത്രത്തോളം ആളാണ് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉള്ളപ്പോഴാണ് ഈ പറയുന്ന ആരോഗ്യമന്ത്രിയെ അവിടേക്ക് കെട്ടി എഴുന്നള്ളിക്കുന്നത്. എന്ത് മെനക്കേടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് ഇതുകൊണ്ടുണ്ടായത്? ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായും അങ്ങ് ആരോഗ്യമന്ത്രി തന്നെ പരിഹാസ്യമാക്കി എന്ന് വേണം പറയാൻ. എന്നാൽ പക്ഷേ കമ്മിണിയാണല്ലോ, ഈ പാവങ്ങളുടെ പടത്തലവന്മാരാണ്, പാവങ്ങളുടെ പാർട്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും സർക്കാർ ആശുപത്രിയിൽ പോയി കിടക്കാൻ വയ്യ. നമ്പർ 1 ആരോഗ്യ മേഖല എന്ന് ഇവർ തന്നെ തള്ളും. പക്ഷെ ഇവർക്ക് ആർക്കും സർക്കാർ ആശുപത്രിയിൽ പോയി കിടക്കാൻ വയ്യ. വീണ ജോർജിനും അത് തന്നെയാണ് പ്രശ്നം. അങ്ങനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊന്നും കിടക്കാൻ ആരോഗ്യമന്ത്രിയെ കിട്ടത്തില്ല. എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യമായിരുന്നു സർക്കാരിനോട് വെച്ചത്. ഗതികെട്ട് സർക്കാരും പാർട്ടിയും ഒരു തീരുമാനമെടുത്തു. എന്നാൽ മെഡിക്കൽ കോളേജിൽ നിന്ന് പിഴിച്ചില് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്തേക്ക് കെട്ടിയെടുക്കാമെന്ന്. അങ്ങനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ കൂടി മെനക്കെടുത്തണം. അതിനാണ് ജനങ്ങൾ പറയുന്നത്, നാടകം പൊളിഞ്ഞു, സെറ്റും പൊളിച്ചുകൊണ്ടൊന്ന് പോയി തരാമോ എന്ന്. എന്നാൽ KSU-കാർ വിടുമോ? KSU-കാർ നാട് മുഴുവൻ ഇപ്പോൾ ആരോഗ്യമന്ത്രിയെ കാണാനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് തിരക്കി ഇറങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ മറ്റൊരു വലിയ ആരോപണം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അതായത് ഭരണകൂടത്തിന് നേരെയുള്ള അടിയാണ് ജനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഇപ്പോൾ ഒരു ചിത്രം വൈറലാക്കി വിടുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ കഴുത്തൊടിച്ചത് ആഭ്യന്തര വകുപ്പ് തന്നെയാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ആരോഗ്യമന്ത്രിയെ അവിടെ ഇട്ടങ്ങ് തീർത്തോളാൻ. അതുകൊണ്ട് കഴുത്തുളുക്കി ആരോഗ്യമന്ത്രിയെ പരിയാരത്തേക്ക് കൊണ്ടുപോകാനുള്ള പരുവത്തിലാക്കിയത് പോലീസുകാരാണ്, വിജയന്റെ പോലീസാണ് എന്നുള്ള ഒരു വലിയ പരിഹാസം ഈ പറയുന്ന പ്രതിപക്ഷം പോലും ഇപ്പോൾ ഉയർത്തിവിടുകയാണ്. അതായത് അവിടെ ആ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പോലീസ് പിടിച്ചു കെട്ടുകയായിരുന്നു. KSU പ്രവർത്തകരെ അല്ല പോലീസ് തടയാനും പിടിച്ചു കെട്ടാനും ശ്രമിച്ചത്. അവർക്ക് മുൻപിലേക്ക് കടിച്ചു കീറിക്കൊണ്ട് ചെന്ന വീണ ജോർജിനെ ഒന്ന് പിടിച്ചു കെട്ടാനായിരുന്നു പോലീസ് പെടാപ്പാട് പെട്ടത്. അതിനിടയിൽ എങ്ങനെയോ കഴുത്തിനൊരു പരിക്ക് പറ്റി കാണും. എന്നാൽ പക്ഷെ അത് പോലീസുകാരുടെ പ്രവൃത്തി കൊണ്ടാണ് കഴുത്തൊടിഞ്ഞത് എന്നുവരെയാണ് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത്. അതിനവർ ഒരു ചിത്രവും കൂടി ഉയർത്തിവിടുന്നുണ്ട്. അതായത് ആരോഗ്യമന്ത്രിയെ വനിതാ പോലീസുകാരി കഴുത്തിനിങ്ങനെ പിടിക്കുകയാണ്. എന്നാൽ തൊട്ടപ്പുറത്ത് ഒരു പുരുഷ പോലീസുകാരൻ ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്
പക്കാ സ്ക്രിപ്റ്റാണ്, പിണറായി വിജയനാണ് ഈ തിരക്കഥ ഉണ്ടാക്കിയത് എന്നുള്ള വലിയ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് കണ്ണൂരിലേക്ക് വീണ ജോർജിനെ ഒന്ന് കയ്യിൽ കിട്ടി, അവിടുത്തെ ആൾക്കാരെല്ലാവരും കൂടി ചേർന്ന് കൈകാര്യം ചെയ്തു എന്ന്. അതായത് എവിടെ ചെന്നും ലേഡി പിണറായി കളിക്കുകയാണല്ലോ ഈ പറയുന്ന വീണ ജോർജ്. പ്രതിഷേധക്കാരെ വെല്ലുവിളിക്കുന്നു, അവർക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. പിണറായിക്കും മുകളിൽ വലിയ പിണറായി കളിക്കുകയാണ് വീണ ജോർജ്. ഇത് പിണറായിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്നും വീണ ജോർജിനെ കൊണ്ട് പിണറായിക്ക് തന്നെ തലയ്ക്ക് വേദനയായിട്ടിരിക്കുകയാണെന്നും മാത്രമല്ല സഭക്കാരെ സുഖിപ്പിക്കാനായിരുന്നല്ലോ വീണ ജോർജിന് സീറ്റ് കൊടുത്തത്. അതുകൊണ്ട് ഇത്തവണ സഭക്കാർ ആവശ്യപ്പെട്ടാലും വീണ ജോർജിനെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി വീണയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇനി സീറ്റ് കൊടുക്കാത്തത് എന്നുള്ള ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതിന് പിണറായി കണ്ടെത്തിയ വഴിയാണിതെന്നും, അല്ലെങ്കിൽ പിന്നെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് കൂളായിട്ട് കയറിപ്പോയ വീണ ജോർജ് ഷംസീറിനെ കണ്ടതോടുകൂടി ഷംസീർ എന്തൊക്കെയോ പറയുന്നു, തൊട്ടു പിന്നാലെ കഴുത്തിന് കൈവയ്ക്കുന്നു. ഷംസീർ കഴുത്തിന് കൈവയ്ക്കാൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ചാണ് വീണ ജോർജ് കഴുത്തിന് കൈ വെച്ചതെന്നും അത് കഴിഞ്ഞിട്ട് പിണറായിയാണ് വിളിച്ചതെന്നും പിണറായിയെ വിളിച്ച് ഫോൺ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വല്ലാത്ത ദീനം കൂടി എന്നൊക്കെയുള്ള വിമർശനങ്ങളാണ് വരുന്നത്. അതായത് പിണറായി ഒരു തിരക്കഥ ഉണ്ടാക്കി വീണ ജോർജിന് സമാധി കെട്ടി എന്നുള്ള തരത്തിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തി കാണിക്കുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് വീണിരിക്കുകയാണ്. പ്രതിപക്ഷത്ത് നിന്ന് പരിയാരം മെഡിക്കൽ കോളേജിന് നേരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള വീണ ജോർജിനെ ആരോഗ്യമന്ത്രിയെ തന്നെ നിങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിട്ടത് മോശമായി പോയി എന്നൊക്കെയുള്ള പരിഹാസങ്ങൾ ആശുപത്രിക്ക് നേരെ ഉയർന്നതോടെ ആശുപത്രി ഇപ്പോൾ ചില പ്രതികരണങ്ങളുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. പുലർച്ചെ പരിയാരത്ത് നിന്ന് പുറപ്പെട്ട വീണ ജോർജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിട്ടില്ല. എവിടെ ഞങ്ങളുടെ ആരോഗ്യമന്ത്രി എന്ന് KSUക്കാർ ഇതോടെ ചോദിക്കുന്നു. യാത്ര ചെയ്യാൻ പോലും കഴിയാത്ത വിധം ഗുരുതരമായ പരിക്കുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങിയത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ്. ഇടയ്ക്ക് പത്തനംതിട്ട വീട്ടിലേക്ക് പോകുമെന്നും കോട്ടയത്ത് ഏതോ സ്വകാര്യ ആയുർവേദ ഉഴിച്ചിൽ കേന്ദ്രത്തിലേക്ക് പോകുമെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ എവിടെയും മന്ത്രി എത്തിയതായിട്ട് ഒരു വിവരവും ഇതുവരെ ഇല്ലെന്നാണ് KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മുഹമ്മദ് ഷമ്മാസ് പറഞ്ഞിരിക്കുന്നത്. മന്ത്രിയുടെ ഓഫീസിനും പാർട്ടിക്കും മറുപടി ഉണ്ടോ എന്നും ഇദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിച്ചു. ആരോഗ്യമന്ത്രി എത്തുന്നതായി അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ ഇതിനിടയ്ക്ക് പറഞ്ഞു. നേരത്തെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് ട്രോഫിയും മെഡിക്കൽ നെക്ക് കോളറും തപാൽ വഴി അയച്ച് നൽകി KSU വലിയൊരു പരിഹാസം നടത്തിയിരുന്നു. വായുവിൽ പരിക്കേറ്റ മികച്ച അഭിനയ മന്ത്രിക്കുള്ള അവാർഡെന്നാണ് KSUവിന്റെ പരിഹാസം ഉണ്ടായത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരിയുടെ നേതൃത്വത്തിലായിരുന്നു ട്രോഫി അയച്ചത്. പരിയാരത്ത് നിന്ന് വീണ ജോർജ് ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഡിസ്ചാർജ് വാങ്ങിയത് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. അതായത് പാർട്ടിയുടെ കോട്ടയാണ് പരിയാരം മെഡിക്കൽ കോളേജ്. പക്ഷെ അവിടെ കിടക്കാൻ ആരോഗ്യമന്ത്രിക്ക് അത്ര ഒരു ധൈര്യം പോരാ. കാരണം അവരാരെങ്കിലും തന്നെ ഒരു രക്തസാക്ഷിയാക്കണം എന്നെങ്ങാനും കരുതി കഴിഞ്ഞാൽ തീർന്നില്ലേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ജീവനം കൊണ്ട് തിരുവനന്തപുരത്ത് എത്തണമെന്നായിരുന്നു. പക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും കിടക്കാൻ വയ്യ, അവിടെ നിന്ന് കോട്ടയത്തേക്ക് എത്തിച്ചിട്ടുണ്ട്.